രോഗാവസ്ഥ കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ. കാസർഗോഡ് പടന്നയിലെ സിയ ഫാത്തിമ വീട്ടിലിരുന്നാണ് പോസ്റ്റർ രചനാ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. സിയ തയ്യാറാക്കിയ ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പോസ്റ്റർ രചനാ മത്സരത്തിനാണ് സിയ ആ മോള് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ നല്ലൊരു കാര്യം തന്നെയല്ലേ? ആശങ്കയോടുകൂടി നിൽക്കുന്ന രോഗാവസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള പ്രതിസന്ധിയിൽ ഒരുപക്ഷെ എത്തിപ്പെടാൻ പറ്റാതെ പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം ഒരുങ്ങുന്നു എന്ന് പറയുന്നത് ഓരോ കുട്ടികളെ സംബന്ധിച്ചും അവരോടൊപ്പം നിൽക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചും വലിയൊരു സന്തോഷവും ആവേശവും ആശ്വാസവും ഒക്കെ നൽകുന്ന ഒരു വിവരം തന്നെയാണ്. അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയക്കുന്നു. അതിലൂടെ തന്നെ സിയയ്ക്ക് ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാനാകും എന്നുള്ള സന്തോഷകരമായ വിവരമാണ്. ആ കുട്ടിയുടെ അവൾ തയ്യാറാക്കിയ ഒരു പോസ്റ്ററുകൾ ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിച്ച് പോകണം. നമ്മളോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. സിയയുടെ പിതാവായ മുനീറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ മുനീർ, നമസ്കാരം. വേക്കപ്പ് കേരളയിലേക്ക് സ്വാഗതം. കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ സിയയുടെ വലിയൊരു ആഗ്രഹം നടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും. ആ സന്തോഷം എങ്ങനെയുണ്ട് പറയൂ. വിദ്യാഭ്യാസ മന്ത്രിക്ക് കാര്യങ്ങൾ കത്തിലൂടെ അറിയിക്കുകയായിരുന്നു അല്ലെ? എങ്ങനെയായിരുന്നു ആ നടപടി വന്നത്? നമസ്കാരം. മോളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മത്സരത്തിലൊന്നും പങ്കെടുക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സും അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവരും ഇന്നലെ തൃശ്ശൂർ പോയി അവിടെ ഇത് കൊടുക്കുകയാണ് ചെയ്തത്, നിവേദനം കൊടുക്കുകയാണ് ചെയ്തത്. പങ്കെടുക്കാൻ എങ്ങനെയാണ് ഇതിന് പങ്കെടുപ്പിക്കാൻ പറ്റുക എന്ന് മന്ത്രിയോട് ഒന്ന് ആലോചിച്ചിട്ട് അതിനൊരു ഉചിതമായൊരു മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത് വീട്ടിൽ വെച്ച്. അതെ, ഓക്കെ. സിയ എന്ത് പറയുന്നു? സന്തോഷത്തോടെ ഇരിക്കുന്നു. എപ്പോഴാണ് മത്സരം? ഇന്ന് 11 മണിക്കാണ് മത്സരം. അവൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. ഓക്കെ. എന്നായിരുന്നു ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമീപിച്ചത്? ഉടനെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്ത് മത്സരത്തിൽ പങ്കെടുത്തോളൂ എന്നുള്ള ഉറപ്പ് തന്നായിരുന്നോ? ഇന്നലെയാണ് ഉറപ്പ് വന്നത്. മിനിയാന്നാണ് കൊടുത്തത്. ഇന്നലെ ഉറപ്പ് വന്നു, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ. ഏത് സ്കൂളിലാണ് സിയ പഠിക്കുന്നത്? പടന്ന MRVHS. ഓക്കെ. ഇപ്പോൾ ഒരുപാട് മത്സരങ്ങളിലൊക്കെ ഇങ്ങനെ മോള് പങ്കെടുക്കാറുണ്ടല്ലേ? ഞങ്ങൾ ആ ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നു. വളരെ മനോഹരമായിരിക്കുന്നു. അതെ, വളരെ ചെറുപ്പത്തിൽ തന്നെ മത്സരിക്കും. ഒരു 6ാം ക്ലാസ് മുതൽ തന്നെ അവള്. ഓക്കെ, പറഞ്ഞോളൂ. സിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത്. ചെറിയ ക്ലാസ്സിൽ വെച്ചിൽ തന്നെ ഒരുപാട് മത്സരത്തിൽ പങ്കെടുക്കും. ഡാൻസിനും അതുപോലെ എല്ലാ പരിപാടിക്കും അവള് പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ എത്തിയത് ഈ പോസ്റ്റർ മേക്കിംഗ്. ശരി. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഈ കാര്യം കേട്ടപ്പോൾ തന്നെ ആ ഒരു അഭിപ്രായം നിങ്ങളിലൂടെയാണ് അറിയേണ്ടത് എന്ന് തോന്നുന്നുണ്ട്. ശരിക്കും എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള വേദികളിൽ എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകും, അതിൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു നടപടി വരും എന്നുള്ളൊരു വലിയ സന്ദേശം കൂടി സിയയിലൂടെ ഇപ്പോൾ എത്തുന്നില്ലേ? അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇതിലിങ്ങനെ പരിപാടി വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിന് മുൻപ് വരെ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്? അതൊരു ആശ്വാസം ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത്? കാരണം ഇന്നലെയാണല്ലോ തീരുമാനം വന്നത്. അതെ, ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് പങ്കെടുക്കാൻ പറ്റൂല എന്നാണ്. പിന്നെയാണ് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ഇതുമാതിരി മെസ്സേജ് അയച്ചതും മറ്റുള്ള ഈ നിവേദനം കൊടുത്തതൊക്കെ. അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പം മത്സരിക്കാനുള്ള അവസരം ഉണ്ടായത്.
ഓക്കെ, ഒരു സംശയം കൂടി ചോദിക്കട്ടെ. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മത്സരത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണല്ലോ, അപ്പോൾ ഉദ്യോഗസ്ഥർ മറ്റാൾക്കാരും ഒക്കെ ഉണ്ടോ? എങ്ങനെയായിരിക്കും അവിടെ ആ കാര്യങ്ങൾ കൂടി പോവുക? അങ്ങനെ ഒരു സംശയം കൂടി താങ്കളൊന്ന് പറഞ്ഞു തരാമോ? ഉണ്ടാവും, ഉദ്യോഗസ്ഥരുണ്ടാവും, ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും, ഉദ്യോഗസ്ഥരുണ്ടാവും എന്നാണ് കരുതുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇപ്പൊ വന്ന് 10 മണിക്ക് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളടുത്ത് സംസാരിച്ചതിന്. ശരിക്കും എല്ലാവിധ ആശംസകളും മോൾക്കും നേരുകയാണ്. സിയെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തും കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അന്വേഷണമൊക്കെ അറിയിക്കുക. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം താങ്കളടുത്ത് സംസാരിച്ചതിന്. വളരെ നന്ദി.